സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൂടെയൊക്കെ നമ്മൾ ഓരോ പച്ചക്കറികൾ, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ, ദോഷങ്ങൾ എന്തൊക്കെ എന്നുള്ള നല്ല ചിന്തകളും നല്ല അറിവുകളും പങ്കുവെച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം ആളുകൾ കാണുന്നുണ്ട്, എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഇതുവരെ കേൾക്കാത്ത കാര്യമാണ് അറിയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല വാക്കുകൾക്ക് നന്ദി. നിങ്ങൾ തുടർന്നും ജീവിതത്തിൽ ഇത് പാലിക്കാൻ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് കത്തിപ്പയറിനെ കുറിച്ചാണ്. കത്തിപ്പയർ എന്ന് പറഞ്ഞൊരു പയറുണ്ട്, കണ്ടിട്ടുണ്ടാവുമോ? പരന്നിരിക്കും, കുറച്ച് നീളം ഉണ്ടാവും. അങ്ങനത്തെ ഒരു പയറുണ്ട്, കത്തിപ്പയർ. വള്ളിയാണ്, വള്ളിയിൽ തൂങ്ങിക്കിടക്കും. പക്ഷേ വളരെ നല്ല പയറാണ്. ഫൈബർ അധികമുള്ളതിനാൽ ദഹനം ശരിയായി നടക്കും, ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തും, കൊളസ്ട്രോളിനെ നിയന്ത്രിക്കും, പ്രമേഹത്തിനെ നിയന്ത്രിക്കും. ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളമുള്ളതിനാൽ ക്യാൻസർ ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഇരുമ്പ് സത്ത്, കാൽസ്യം, ഫോസ്ഫറസ് ധാരാളമായി അടങ്ങിയിരിക്കുന്നു. അമിതവണ്ണത്തെ കുറക്കും, അമിതവണ്ണത്തെ നന്നായി കുറക്കും. ഇന്നത്തെ ദോഷഫലങ്ങളും കൂടിയുണ്ട്. ദോഷഫലങ്ങളാണ് നമ്മൾ പകുതി വേവിച്ചും പച്ചയ്ക്കും തിന്നുന്നത് തെറ്റ്, തിന്നാൻ പാടേയില്ല. രണ്ടാമത്തത്, വൃക്കയിൽ കല്ലുള്ളവരും കഴിക്കാം, അമിതമായി കഴിക്കരുത്. കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ഇതാണ്: രക്തം ചുമച്ച് തുപ്പുന്നതിന് പ്രതിവിധിയായിട്ട് ഉള്ള ഔഷധ ചെടി ഏതാണ് എന്നായിരുന്നു ചോദിച്ചത്. കുമ്പളങ്ങയുടെ നീര് തേൻ ചേർത്ത് കഴിച്ചാൽ വളരെ ഫലപ്രദമാണ്, നല്ലതാണ്. ഇനി അതുപോലെ തന്നെ ഇന്നത്തെ ചോദ്യം ഇതാണ്: ജീവകം സിയുടെ അഭാവത്താൽ ഉണ്ടാകുന്ന രോഗങ്ങളെ മാറ്റുവാനുള്ള ഒരു ഔഷധ ചെടിയെക്കുറിച്ചാണ് ഇന്നത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം നിങ്ങൾ നൽകണം. ആ ഉത്തരം 8 മണി തൊട്ട്, ഇന്നത്തെ 8 മണി തൊട്ട് നാളത്തെ 8 മണി വരെയാണ് സമയം. അതിൻ്റെ ഉള്ളിൽ തരുന്ന ഉത്തരങ്ങളാണ് സ്വീകരിക്കുന്നത്. എന്നാൽ നിങ്ങൾ എപ്പോൾ കാണുമ്പോഴും എഴുതിക്കോളൂ, കുഴപ്പമില്ല. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഒരു അറിവ് കിട്ടട്ടെ എന്ന് ഞാൻ കരുതുകയാണ്. നാളെ 8 മണിക്കത്തെ സമയത്ത് തന്നെ ഉത്തരം നൽകുകയും ചെയ്യും. ഇത് പച്ചക്കറികളാണ്, പഴവർഗ്ഗങ്ങൾ കഴിഞ്ഞ് പച്ചക്കറികളാണ്. ഇനി മനുഷ്യ ശരീരത്തെക്കുറിച്ച് ഒത്തിരി പഠിക്കാനും അറിയാനുമുണ്ട്. അതൊക്കെ ഈ ഗൃഹവൈദ്യ അറിവുകളിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതുപോലെ തന്നെ ഗൃഹവൈദ്യ പാഠപുസ്തകം നമുക്ക് നിലവിൽ ആയതുണ്ട്. എൻ്റെ 7ാമത്തെ പുസ്തകം, 6ാമത്തെ പുസ്തകം, 7ാമത്തെ പുസ്തകം ഒരെണ്ണം കൂടെ വരുന്നുണ്ട്. അത് പച്ചക്കറികളെക്കുറിച്ച് മാത്രമാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഈ ഗൃഹവൈദ്യ പാഠപുസ്തകം വാങ്ങുകയും അത് വീടുകളിൽ നിങ്ങൾ ഇടയ്ക്കും തുറന്നു നോക്കുകയും നിങ്ങൾക്ക് എന്ത് പ്രയാസം ഉണ്ടാകുമ്പോഴും അതൊന്ന് തുറന്നു നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും. കാണണം, ഈ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ മറുപടി തരണം, ധാരാളം ആളുകളിലേക്ക് ഷെയർ ചെയ്യണം, കൂട്ടത്തിലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.